ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു പ്രഷർ കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസിയാണ്, അധികം ആഡംബരമൊന്നുമില്ല. ജസ്റ്റ് ഒരു പ്രഷർ കുക്കർ മാത്രം മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. ബിരിയാണി ഉണ്ടാക്കാൻ ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കണം. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 7-8 പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. അടുത്തതായി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ നേരത്തെ ചതച്ച് വെച്ച് അതിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം കൂടെ എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു കുറച്ച് നേരം, ഒരു ഹാഫ് ആൻ അവർ എങ്കിലും മിനിമം ഒന്ന് മാറ്റി വെക്കുക. അടുത്തതായി ഒരു പാൻ എടുക്കുക. പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. നമുക്കിതിൽ വേണം ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓണിയൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക, എങ്കിൽ എല്ലാം നല്ല ഒരുപോലെ മൊരിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരി ഒന്ന് വേവിച്ചെടുക്കണം. അരി വേവിക്കാൻ വെള്ളത്തിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പു, നാരങ്ങ ഒഴിച്ചു കൊടുക്കുക. ജീരകം, പെരുംജീരകമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വെള്ളം ഇനി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇച്ചിരി ഉപ്പ് കൂടി നിൽക്കണം, എങ്കിലേ അരിയിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കുന്ന നേരം നമുക്കൊരു പ്രഷർ കുക്കർ എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം. വെളിച്ചെണ്ണയോടൊപ്പം തന്നെ ഞാൻ കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇതിന് എണ്ണ തിളച്ച് വരുമ്പോൾ ഒരു സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സവാള ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്, അതല്ലാതെ ഒരു സവാള കൂടെ ആവശ്യമുണ്ട് ബിരിയാണിക്ക്. അപ്പോൾ ആ സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മൾ നേരത്തെ അരിക്ക് വേണ്ടി വെച്ചേക്കുന്ന വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചേക്കുന്ന അരി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ടത് ഒന്ന് വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഗരം മസാല ആവശ്യത്തിന്, ഇത്ര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി മസാലയുടെ മണം മാറും വരെ ഒന്ന് വഴറ്റുക. ഇതിലേക്ക് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ നേരത്തെ എരിവിനനുസരിച്ചും നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് ആവശ്യത്തിനുള്ള മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നല്ല ഉടഞ്ഞു വരണം, ആ രീതിയിൽ വേണം വഴറ്റി കൊടുക്കാൻ. അതിന് ഒന്ന് അടച്ചു വെച്ചു. അരി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, ശ്രദ്ധിക്കണം. ഇതിപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് മസാലയെല്ലാം പിടിച്ച് നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് വഴറ്റി തൈരും എല്ലാം കൂടെ ആയി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലി, പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റാം. ഇപ്പോൾ അരി വെന്തിട്ടുണ്ട്, നമുക്കിതിനെ അത് മാറ്റാം. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി അത് എടുത്തിട്ട് നമുക്ക് ഓരോ ചിക്കൻ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൽ
മസാല ബാക്കിയുണ്ട്, അതിൽ ഇച്ചിരി കൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റുക, നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. ഈ പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മസാലയും എല്ലാം ഇതിൽ ഒന്ന് മിക്സായി ചിക്കനിൽ ഒന്ന് മിക്സായി വരണം. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കുകയും അടച്ച് വെച്ച് വേവിക്കുകയും ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ചിക്കൻ ഒരു 3/4 ഭാഗം വേവും വരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്, കാരണം അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. സോ നമ്മളൊന്ന് വഴറ്റി നന്നായിട്ട് കൊടുക്കുക. ചിക്കൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഇതിന് തന്നെ ചിക്കനിൽ നിന്ന് തന്നെ മാക്സിമം വെള്ളം ഇറങ്ങും. അപ്പം അതിൽ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ദമ്മിങ് പ്രോസസ്സിലോട്ട് പോവുകയാണ്. ഊറ്റി വെച്ച അരി നമ്മൾ ഓരോ ലെയറാക്കി ഇട്ട് കൊടുക്കുകയാണ്. താഴെ ചിക്കൻ, മുകളിൽ അരി നല്ല രീതിയിൽ ലെയർ ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ വറുത്ത് വെച്ച സവാള കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗരം മസാല, കുറച്ചൊരു പൊടി, ഒരു നുള്ള് ഗരം മസാലയും നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഓരോ ലെയറായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാ ലെയറും ഇട്ട് കഴിഞ്ഞു. നമുക്കിനി ദം വെക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കൂടെ കുറച്ചും കൂടെ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അണ്ടിപ്പരിപ്പ്, കിസ്മിസ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് കുക്കർ അടച്ചിട്ട് വിസിലൊന്നും ഇല്ല, ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് വിസിൽ വരുന്നതിന് തൊട്ട് മുന്നായിട്ടൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ്.